അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസ് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് പുതിയ കേസെടുത്തിരിക്കുന്നത്. അധിക്ഷേപം, കലാപശ്രമം, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഏറെ കൗതുകരമാണ്. കാരണം കേസെടുക്കുന്നതിനൊന്നും ഒരു കുറവില്ല. പക്ഷേ അർജുൻ ആയങ്കിയെ പിടികൂടാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു നാണക്കേടും അവിടെ നിലനിൽക്കുന്നു. ജിജീഷ്, പ്രേത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കള്ളനും പോലീസും കളി അർജുൻ ആയങ്കി തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി. ചില പോസ്റ്റുകൾ ഇടുന്നു, അതിൽ മുഖ്യമന്ത്രി എന്നോ ആഭ്യന്തരമന്ത്രി എന്നോ വ്യത്യാസമില്ലാതെ വിമർശിച്ചുകൊണ്ടും ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു, അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു. അതിനുശേഷം ചിലത് എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ തന്നെ കടന്നുപോയ അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലും കഴിയാതെ പോലീസ് വലയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ചില കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി എടുക്കുകയും ചെയ്യുന്നത്. അതിൽ ആലുവ സൈബർ പോലീസ് ഇപ്പോൾ നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് എന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിരവധി പരാമർശങ്ങൾ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് 5-ാം തീയതി വൈകിട്ട് 9:51 അർജുൻ ആയങ്കി പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നേരത്തെ ആഭ്യന്തരമന്ത്രിയെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചിയിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അധിക്ഷേപം, കലാപശ്രമം, IT ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മനോജ് ജോസ് എന്നയാളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അർജുൻ ആയങ്കി എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു, കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടോൾ പ്ലാസ വഴി തന്നെ തൃശ്ശൂരിലേക്ക് കടക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതായത് സാധാരണ നിലയിൽ ടോൾ ഒഴിവാക്കാൻ പോലും ആളുകൾ സമാന്തര പാതകൾ തിരഞ്ഞെടുക്കുമ്പോൾ അർജുൻ ആയങ്കി പോലീസിനെ കൃത്യമായി വെല്ലുവിളിച്ച് നിരവധി ക്യാമറകൾക്ക് മുന്നിലൂടെ വാഹനം ഓടിച്ച് യാതൊരു മുഖവും മറയ്ക്കാതെ തന്നെ കടന്നു പോകുന്നു. പോലീസ് ഇളിബിരായി പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു നിരന്തരം ഞങ്ങളെ വട്ടം ചുറ്റിക്കുന്ന CPM ക്രിമിനലിനെ പിടികൂടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോലീസ് എത്തിച്ചേരുന്ന നാണംകെട്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നായി സമൂഹ മാധ്യമ പോസ്റ്റുകൾ നിരന്തരമായി അർജുൻ ആയങ്കി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പലതും അർജുൻ ആയങ്കിയുടെ ചില കൂട്ടാളികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് വിവരം. പലപ്പോഴും വൈഫൈ ഉള്ള സ്ഥലങ്ങളിലെത്തി, പൊതു വൈഫൈ ഉള്ള സ്ഥലങ്ങളിലെത്തി ആ വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ആളെ കണ്ടെത്താൻ കഴിയില്ല, മറ്റൊരിടത്തേക്ക് മാറുന്നു. അവിടെയും കൃത്യമായി തന്നെ പോലീസിനെ എങ്ങനെ കബളിപ്പിക്കണമെന്നും വീണ്ടും വീണ്ടും വെല്ലുവിളിച്ച് താനൊരു അമാനുഷികനാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങളും എല്ലാം തന്നെ അർജുൻ ആയങ്കി തുടരുകയും ചെയ്യുകയാണ്. പ്രേത്ത്, ഓക്കെ ജിജീഷ്, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അവഹേളിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനത്തെ പോലീസിങ്ങിന്റെ എഫിഷ്യൻസിയെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്.